നെഹ്റു ട്രോഫിക്കായി വീരുവും വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയും പുന്നമടയിൽ കുറിച്ചത് വീരോചിത വിജയം. ഹീറ്റ്സിൽ ഒന്നാമനായ പുന്നമടയുടെ നടുഭാഗം ചുണ്ടനെ പിന്നിലാക്കിയാണ് വീയപുരം ചുണ്ടനിൽ തുഴയെറിഞ്ഞ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി ആദ്യമായി വെള്ളിക്കപ്പിൽ മുത്തമിട്ടത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം മൈക്കോ രണ്ടാമനായത്. ആവേശം വാരി വിതറിയ 71ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ എടുത്തു പറയാവുന്ന രണ്ട് കാര്യം. ഒന്നാമത്തേത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിക്ക് കന്നി വെള്ളിക്കപ്പ് എന്നതും, രണ്ടാമത്തേത് ഡബിൾ ഹാട്രിക് എന്ന മോഹവുമായി എത്തിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ആ മോഹം പൊലിഞ്ഞു എന്നുള്ളതും തന്നെയാണ്. അതിവാശിയേറിയ മത്സരമാണ് ഫൈനലിലും നടന്നത്. 4.21 2.2 സെക്കൻഡുകൾക്കാണ് ഫൈനലിൽ ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഫിനിഷ് ചെയ്തത്. ഹീറ്റ്സ് മത്സരത്തിലും അതുപോലെ തന്നെ വേഗതയേറിയ ഫിനിഷിംഗ് ആയിരുന്നു. ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും ഞെട്ടിച്ചത് നടുഭാഗം ചുണ്ടനിൽ തുഴഞ്ഞ പുന്നമട ബോട്ട് ക്ലബ്ബ് ആയിരുന്നെങ്കിൽ അവർക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നപ്പോൾ 2ാം സ്ഥാനത്ത് എത്തി എന്നതും അവർക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത്ര കണ്ട് പ്രതീക്ഷ കൽപ്പിച്ചിരുന്ന, പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു ചുണ്ടനായിരുന്നില്ല. എന്നാൽ അതിമനോഹരമായി അവർ പുന്നമടയിൽ ഈ കായിക അഭ്യാസം കാഴ്ചവെച്ചു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിക്കും വീയപുരത്തിനും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അവർക്ക് ഒരു മധുര പ്രതികാരം കൂടിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മൈക്രോ സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട വെള്ളിക്കപ്പാണ് അവർ അതേ ചുണ്ടനിൽ അതേ ടീം തുഴഞ്ഞ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. അതോടുകൂടിയാണ് പള്ളാത്തുരുത്തിയുടെ ആ മോഹം, ഡബിൾ ഹാട്രിക് എന്ന മോഹം പൊലിഞ്ഞത്. ചെറുവള്ളങ്ങളുടെ അടക്കം മത്സരങ്ങൾ വളരെ മനോഹരമായിരുന്നു എന്നതും ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫിയുടെ പ്രത്യേകതയാണ്. ലൂസേഴ്സ് ഫൈനലിൽ അടക്കം ആ വീറും വാശിയും നിറഞ്ഞു നിന്നിരുന്നു. എന്തുകൊണ്ടും 71ാമത് നെഹ്റു ട്രോഫി ജലമേള അതിമനോഹരമായി എന്ന് തന്നെ പറയാം. ജലോത്സവ പ്രേമികളെല്ലാം വലിയ ആവേശത്തിൽ മത്സരങ്ങൾ കണ്ടു. ഏതൊരു ജലോത്സവ പ്രേമിയും കൊതിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈനൽ മത്സരം തന്നെയാണ് പുന്നമടയിൽ അരങ്ങേറിയതും. അതിൽ ഒന്നാമതെത്തിയത് വീയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി തുഴഞ്ഞു. രണ്ടാമതെത്തിയത് നടുഭാഗം ചുണ്ടനിൽ തുഴയെറിഞ്ഞത് പുന്നമട ബോട്ട് ക്ലബ്ബാണ്. 3ാം സ്ഥാനത്തെത്തിയത് നിലവിൽ ചാമ്പ്യന്മാരായിരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മേൽപ്പാടം ചുണ്ടനായിരുന്നു. കന്നി കപ്പ് പ്രതീക്ഷിച്ചെത്തിയ നിരണം ബോട്ട് ക്ലബ്ബും നിരണം ചുണ്ടനും 4ാം സ്ഥാനം കൊണ്ട് ഇക്കുറിയും തൃപ്തിപ്പെടേണ്ടി വന്നു എന്നതാണ് ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി ജലമേളയുടെ ഫൈനലിൻ്റെ ചുരുക്ക വിവരണം.